ടോർഷൻ എന്ന് പറയുക, അങ്ങനത്തെ എല്ലാം ചിലപ്പം കുഞ്ഞുനാളിൽ സംഭവിക്കാവുന്നതാണ്. ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ കൊണ്ടിട്ട് നമ്മുടെ വൃഷ്ണത്തിൽ ചെറിയ ആഘാതം ഏറ്റിട്ട് അതിലൊരു സർജറി വല്ലതും ചെയ്യേണ്ടി വരിക. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിൽ ചിലപ്പം വൃഷ്ണങ്ങൾ ശരിക്കും താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവില്ല. അപ്പം ചെറിയൊരു സർജറി ചെയ്ത് ചിലപ്പം ആ വൃഷ്ണങ്ങളെ താഴോട്ട് ഇറക്കാം. ഇങ്ങനെയുള്ളവരിലും കൗണ്ട് കുറവായിട്ട് കാണാറുണ്ട്. ക്രോണിക് ഇൽനെസ്സസ് ആയ ഡയബറ്റീസും പ്രഷറിനും കഴിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ നമുക്ക് ഈ ബീജങ്ങളുടെ ചലനശേഷിയോ അല്ലെങ്കിൽ ഉദാഹരണശേഷിയോ ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സൈക്യാട്രിക് ഇൽനെസ് ഉണ്ടാവും, അപ്പോൾ അതിനുള്ള മരുന്ന് എടുക്കുന്നുണ്ടാവും. അവർക്കും ഉദാഹരണശേഷി പ്രശ്നങ്ങളുണ്ടാവും, ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ്, ഇങ്ങനത്തെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്ധ്യതയ്ക്ക് കാരണമാകാം. പിന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് അവരോട് ആവശ്യപ്പെടുന്നത് ഒരു ബീജ പരിശോധനയാണ്. അങ്ങനെ ബീജം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെദർ അത് പ്രോപ്പറായിട്ട്. അതുകൂടാതെ നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ പറ്റി ചോദിക്കണം. അവർക്ക് എന്തെങ്കിലും ഉദാഹരണത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണം.